നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ടെൻസർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോയിൽ ഇനി ചെയ്യാൻ പോകുന്നതും നമ്മൾ ടെൻസർ പ്രൊഡക്റ്റ് എന്നുള്ള ഐഡിയനെ നമ്മൾ ജനറലൈസ് ചെയ്യാം. നമ്മൾ ടെൻസർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നത് രണ്ട് മോഡ്യൂൾസിലായിരുന്നു. സപ്പോസ് നമ്മളെ കയ്യിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് മോഡ്യൂൾസ് ഉണ്ട്. അതിലേക്ക് ഈ ടെൻസർ പ്രൊഡക്റ്റ് എന്നുള്ള ഐഡിയനെ ജനറലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എൻ ലീനിയർ നമ്മളുടെ കയ്യിലൊരു ലാംഡ നമ്പർ ഓഫ് മോഡ്യൂൾസ് ഉണ്ടെന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മോഡ്യൂൾസിൽ നമുക്ക് ടെൻസർ പ്രൊഡക്റ്റ് എന്നുള്ള ഐഡിയനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ലീനിയർ മാപ്പ് M1 M2 എക്സെട്ര M1 ക്രോസ് M2 ക്രോസ് എക്സെട്ര M ലാംഡ എന്നുള്ള എ മോഡ്യൂളിൽ നിന്ന് ടി എന്നുള്ള ഒരു എ മോഡ്യൂളിലേക്ക് ഒരു മാപ്പ് ലീനിയർ ആണെന്ന് പറയപ്പോഴാണ് ആദ്യം പറയണം. എന്നിട്ട് ആ ഒരു ലീനിയാരിറ്റി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ലീനിയർ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ടെൻസർ പ്രൊഡക്റ്റിന് മൾട്ടി ടെൻസർ പ്രൊഡക്റ്റിന് ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ടെൻസർ പ്രൊഡക്റ്റിന്റെ ജനറലൈസേഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. Instead of starting it by linear mappings, we could have started with multilinear mapping G from M1 cross M2 cross etc. M lambda to T defined in the same way, that is linear in each variable. Okay, lambda number of A modules ഉണ്ട്, M1 M2 etc. M2. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് M1 ക്രോസ് M2 ക്രോസ് എക്സെട്ര M ലാംഡ. അതിൽ നിന്ന് വേറൊരു എ മോഡ്യൂൾ ടിയിലേക്കുള്ള ഒരു മാപ്പ് ജി, അത് മൾട്ടി ലീനിയർ ആണെന്ന് പറയും. ഇപ്പോൾ അതിന്റെ കോർഡിനേറ്റ്സിലേക്ക് ആ മാപ്പ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ മൾട്ടി ലീനിയർ എന്നുള്ള ഐഡിയ ഉപയോഗിച്ചിട്ട് ഇനി ടെൻസർ പ്രൊഡക്റ്റിനെ ഡിഫൈൻ ചെയ്യാണ്. മൾട്ടി ടെൻസർ പ്രൊഡക്റ്റ്. ഓക്കെ, ഫോളോയിങ് ത്രൂ ദി പ്രൂഫ് ഓഫ് ദി പ്രൊപ്പോർഷൻ 2.1, അതായത് നമ്മൾ ടെൻസർ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു തിയറം proposition, we should end up with a multi-tensor product T from M1 cross M2 cross etc. M lambda. Tensor product ആണ് T എന്നുള്ള ഇത്. Okay, generated by all products x1 cross x2 etc. x lambda. xi belongs to mi for I runs from 1 to etc. lambda. ഇങ്ങനെ ഒരു മൾട്ടി ടെൻസ് പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ. നമ്മൾ ടെൻസർ പ്രൊഡക്റ്റ് പറഞ്ഞപ്പോൾ അവിടെ അതിന്റെ പ്രൂഫൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടെൻസർ പ്രൊഡക്റ്റിനെ ജനറലൈസ് ചെയ്യാണ്. അതിന്റെ പ്രൂഫ് ഞാൻ പറയുന്നില്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ടെൻസർ പ്രൊഡക്റ്റിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള പ്രൂഫ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള പ്രൂഫ് നമുക്ക് തന്നെ കൺസ്ട്രക്ട് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ n=2 എന്നുള്ള കേസിലാണ് നമ്മൾ ടെൻസർ പ്രോഡക്റ്റ് പറഞ്ഞാൽ അതിനെ n=λ എന്നുള്ള കേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, അതായത് വേറെ ഏതെങ്കിലും തരത്തിൽ ഇൻഡക്ഷൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പ്രൂഫ് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രൂഫിന് സിമിലർ ആയിട്ടുള്ള പ്രൂഫ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് M1 M2 etc. M lambda be A modules. Then there exists a pair T, G consisting of an A module T and an A multilinear mapping G from M1 cross M2 cross etc. M lambda to T with the following property. Given any A module P and any A multilinear mapping F from M1 cross M2 cross etc. M lambda to P. M lambda to P. There exists a unique A homomorphism F dash from T to P such that F equal to F dash composite G. Moreover, if T, G and T dash, G dash are two pairs with this property, then there exists a unique isomorphism J from T to T dash such that G dash equal to J composite G. ഇതാണ് തിയറം. അതായത് മൾട്ടി ടെൻസർ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യും. ടെൻസർ പ്രൊഡക്റ്റിന് സിമിലർ ആയിട്ടുള്ള ഒരു മൾട്ടി ടെൻസർ പ്രൊഡക്റ്റിന്റെ ജനറലൈസേഷൻ. ഓക്കെ,
n നമ്പർ ഓഫ് എ മോഡ്യൂൾസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ടെൻസർ പ്രൊഡക്റ്റ് എന്നുള്ള ആ കൺസെപ്റ്റിന്. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടി ടെൻസർ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യും. അത് എക്സിസ്റ്റൻസ് മാത്രമല്ല പറയുന്നത്, ആ ടെൻസർ പ്രൊഡക്റ്റ് യുണീക്ക് അപ് ടു ഐസോമോർഫിസ് ആയിരിക്കും. ഓക്കെ, ടെൻസർ പ്രൊഡക്റ്റിന് ജനറലൈസ് ചെയ്ത്. ഈ ടെൻസർ പ്രൊഡക്റ്റിന്റെ ചില പ്രോപ്പർട്ടീസ് ആണ്, പ്രധാനമായിട്ട് 4 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, let M and P be A modules, then there exists a unique isomorphism, tensor product of M and N to tensor product of N and M. ഈ പ്രൊഡക്റ്റും ഐസോമോർഫിക് ആണ്. അതേപോലെ തന്നെ ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ വിത്ത് പി ഈസ് ഐസോമോർഫിക് ടു ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം വിത്ത് tensor product of n and p, which is isomorphic to tensor product of m n multi tensor product of m n and p. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. തേർഡ്, direct sum. Tensor product of direct sum of m and n with p is isomorphic to tensor product of m and p with direct sum with tensor product of n and p. തേർഡ്. ഫോർത്ത്, എ എന്നുള്ള റിങ്ങും എമ്മും തമ്മിലുള്ള എ ഒരു എ മോഡ്യൂൾ ആയിരിക്കും. അപ്പോൾ എം ഒരു എ മോഡ്യൂൾ ആണെങ്കിൽ എയും എമ്മും തമ്മിലുള്ള ടെൻസർ പ്രൊഡക്റ്റ് ആ എ മോഡ്യൂൾ എമ്മുമായിട്ട് ഐസോമോർഫിക് ചെയ്യും. മോറോവർ ഈ ഐസോമോർഫിസം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് എക്സ് ക്രോസ് വൈ എന്തിന് എങ്ങോട്ടേക്കും ഐസോമോർഫിസത്തിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാകും, വൈ ക്രോസ് എക്സിലേക്കും. അതേപോലെ സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഇവിടുത്തെ ഈ ബി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. തേർഡ് ഐസോമോർഫിസം കൺസിഡർ ചെയ്യുമ്പോൾ ഈ സി എന്നുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഫോർത്ത് കൺസിഡർ ചെയ്യുമ്പോൾ ഡി എന്നുള്ള ഈ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്കും ഇങ്ങനെ ഐസോമോർഫിസംസ് എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഈ പ്രോപ്പർട്ടീസ് നമുക്ക് എങ്ങനെ പറയാം, ടെൻസർ പ്രോഡക്റ്റ് കമ്മ്യൂട്ട് ചെയ്യും എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഐസോമോർഫിസ് ആണ് പറയുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈയും ടെൻസർ പ്രോഡക്റ്റ് ഓഫ് വൈ ആൻഡ് എക്സും ഈക്വൽ അല്ല. പക്ഷെ നമ്മൾ എം ക്രോസ് എന്നും ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എന്നും ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എൻ ആൻഡ് എമ്മും ഐസോമോർഫിക് ആകുമ്പോൾ നമുക്ക് ഈ ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എന്നിലെ ഈ എലമെന്റിനെ ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എൻ ആൻഡ് എമ്മിലെ ഈ എലമെന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കതിന്റെ ഈ പ്രോപ്പർട്ടീസിന്റെ പ്രൂഫിലേക്ക് കിടക്കാം. ഓക്കെ, പ്രൂഫ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, consider the tensor product m and n. Let t is equal to m tensor product of m and n. t നെ നമ്മൾ tensor product of m and n ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ m ക്രോസ് n ടിയിലേക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബൈലീനിയർ മാപ്പ് ഉണ്ടാകും. എന്താണ് മാപ്പ് എന്താന്ന് നമുക്ക് അറിയാം. ഓക്കെ, എം ക്രോസ് n ടിയിലേക്ക് എങ്ങനെ മാപ്പ് ചെയ്യാം? ഇവിടെ ഒരു എക്സും ഇവിടെ ഒരു വൈ ഉണ്ടെങ്കിൽ എക്സ് ഓർഡർ പെയർ എക്സ് കോമ വൈനെ ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈയിലേക്ക് മാപ്പ് ചെയ്യുക. അത് ബൈലീനിയർ ആയിരിക്കും. ഓക്കെ, കാരണം ടെൻസർ പ്രോഡക്റ്റ് ബൈലീനിയർ മാപ്പാണ്. ഓക്കെ, നമ്മൾ ടെൻസർ പ്രോഡക്റ്റ് എന്നുള്ള ഐഡിയ കൊടുക്കുമ്പോൾ ഉള്ള മാപ്പ്, ടെൻസർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ പെയർ ടി ആൻഡ് ജി ആണല്ലോ. അപ്പോൾ ജി എന്നുള്ള മാപ്പ്. ചൂസ് പി ഈസ് ഈക്വൽ ടു എൻ ക്രോ ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എൻ ആൻഡ് എം. ദി മാപ്പ് എഫ് ഫ്രം m cross n to p equal to n. ഇവിടെ ഇങ്ങനെ എഴുതാമേ, p എന്നുള്ളത് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് n ആൻഡ് m ആണ്. ഡിഫൈൻഡ് ബൈ f of x, y is equal to ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് i and x. ഓക്കെ, അപ്പോ f എന്തായിരിക്കും? ബൈലീനിയർ മാപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടെൻസർ പ്രൊഡക്റ്റ് ബൈലീനിയർ ആയതുകൊണ്ട് y ക്രോസ് x എന്നുള്ള ഈ മാപ്പ്
ബൈലീനിയർ ആയിരിക്കും. എക്സ് കോമ വൈനെ വൈ ക്രോസ് എക്സിലേക്ക് ടെൻസർ പ്രോഡക്റ്റ് ഓഫ് വൈ ആൻഡ് എക്സിലേക്ക് മാപ്പ് ചെയ്യുന്ന ഈ മാപ്പ് ബൈലീനിയർ ആയിരിക്കും. ഓക്കെ, അതായത് എഫ് ഒരു ബൈലീനിയർ മാപ്പ് ആയിരിക്കും. ഓക്കെ, അതാണ് താഴെ കൊടുത്തത്. അതിന്റെ പ്രൂഫാണ്. അത് നമുക്ക് ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടെൻസർ പ്രൊഡക്റ്റ് ബൈലീനിയർ ആയതുകൊണ്ട് ബൈലീനിയർ ആവുന്നത്. സോ നമുക്കറിയാം ജി കോമ ടി ടെൻസർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? So there exists a unique homomorphism f dash from T to P f dash from T to P. Okay, അങ്ങനെ ഒരു യൂണീക് ഹോമോമോർഫിസം എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും ടെൻസർ ജി കോമ ടി ടി കോമ ജി ടെൻസർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഫ്രം എം ക്രോസ് എൻ ടു n cross m is defined by f dash of x cross y is equal to tensor product of x and y is equal to y cross x, such that f equal to f dash composite g. ഓക്കെ, അത് ടെൻസർ പ്രൊഡക്റ്റ് ഡെഫിനിഷൻ ഫോളോ ചെയ്യുന്നതാണ്. ഇതേപോലെ നമുക്ക് നേരെ തിരിച്ചും പറയാം. ഓക്കെ, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എം ക്രോസ് എൻ ഇതേ രൂപത്തിലായിരുന്നു. അതിനെ നേരെ തിരിച്ച് നേരത്തെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ടി എന്നുള്ളത് എൻ ക്രോസ് എം ആയിട്ട് ചൂസ് ചെയ്താൽ നമുക്ക് ഈ കാര്യങ്ങൾ നേരെ തിരിച്ചും പറയാം. അതാണ് നേരത്തെ താഴെ എഴുതിയത്. ഇന്റർചേഞ്ചിങ് ദി റോൾസ് ഓഫ് എം ആൻഡ് എൻ, we get a homomorphism f1 dash from n cross m to tensor product of n and m to tensor product of m and n defined by f1 dash of y cross x is equal to tensor product of y and x is equal to tensor product of x and y, such that f1 is equal to f1 dash composite g dash. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തത്, ഞാൻ പറയുന്നില്ല. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ എമ്മിനി എന്നിനി ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എഫിന് പകരം f1 കൊടുത്തു. ഓക്കെ, അതേ രൂപത്തിൽ മാറ്റി എഴുതിയാണ്. ടിക്ക് പകരം ടി ഡാഷ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തത്. ഓക്കെ, സോ നൗ കൺസിഡർ f1 ഡാഷ് കോമ്പോസിറ്റ് f ഡാഷ് ഓഫ് എക്സ് ക്രോസ് വൈ. അതെന്തായിരിക്കും? f1 ഡാഷ് ഓഫ് f ഡാഷ് ഓഫ് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈനെ എഫ് ഡാഷ് എങ്ങോട്ട് മാപ്പ് ചെയ്യും? ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് വൈ ആൻഡ് എക്സിലേക്ക് മാപ്പ് ചെയ്യും. അതായത് f1 ഡാഷ് ഓഫ് വൈ ക്രോസ് എക്സ്, ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് വൈ ആൻഡ് എക്സ്. f1 ഡാഷ് ഇതിനെ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുക? ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈയിലേക്ക് മാപ്പ് ചെയ്യും. സിമിലർലി ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് f1 കോമ്പോസിറ്റ് f1 ഡാഷ് ഓഫ് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് വൈ ആൻഡ് എക്സ്. ഇതേപോലെ നമുക്ക് ഈ കോമ്പോസിഷന്റെ ഡെഫിനിഷൻ കൊടുത്താൽ നമ്മൾ എത്തിക്കുക ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് വൈ ആൻഡ് എക്സിലേക്കാണ്. അതായത് f1 ഡാഷ് കോമ്പോസിറ്റ് f ഡാഷും f ഡാഷ് കോമ്പോസിറ്റ് f1 ഡാഷും ഐഡന്റിറ്റി മാപ്പാണ്. ഓക്കെ, അതായത് ഇവര് എന്താണ്? ബൈജക്റ്റീവ്, ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, ഇത് ഐഡന്റിറ്റി മാപ്പിന് ഈക്വൽ ആണ്, ഇതും ഐഡന്റിറ്റി മാപ്പിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് മാപ്പും എന്താന്ന് പറയാം? f1 ഡാഷും f ഡാഷും f ഡാഷും f1 ഡാഷും എന്താന്ന് പറയാം? ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. സോ f ഡാഷ് ഫ്രം m ക്രോസ് n ടു n ക്രോസ് m ഈസ് ബൈജക്റ്റീവ്. സോ f ഡാഷ് എന്താണ്? ലീനിയർ ആണ്, ബൈലീനിയർ ആണ്, ബൈജക്റ്റീവ് ആണ്, അതായത് ഇൻവേർട്ടിബിൾ ആണ്. അതായത് എഫ് ഡാഷ് എന്താണ്? ഐസോമോർഫിസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എം ക്രോസ് എൻ നിന്ന് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ നിന്ന് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എൻ ആൻഡ് എമ്മിലേക്കുള്ള ഈ f1 ഡാഷ് ഐസോമോർഫിസ് ആയതുകൊണ്ട് ഈ രണ്ട് മൊഡ്യൂൾസും എന്താണെന്ന് പറയാം? ഐസോമോർഫിക് ആണെന്ന് പറയാം. ഇതാണ് ഫസ്റ്റ്. ഇനി സെക്കൻഡ്
പ്രോപ്പർട്ടി എന്താണ്? ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി tensor product of m and n with tensor product of m and n with p is equal to is isomorphic to tensor product of m with tensor product of n and p, which is isomorphic to multi-tensor product of m, n and p എന്ന് പറയാം. ഓക്കെ, ബി എന്നുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി. ഓക്കെ, അതിൻ്റെ പ്രൂഫാണ് നെക്സ്റ്റ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് z ബിലോങ്സ് ടു p. p എന്നുള്ള മോഡ്യൂളിൽ നിന്ന് ഒരു z-നെ ഫിക്സ് ചെയ്ത്, a മോഡ്യൂളിൽ നിന്ന് z-നെ ഫിക്സ് ചെയ്ത് we show that tensor product of m and n with p is isomorphic to multi-tensor product of m, n and p. ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കൺസിഡർ ദി ടെൻസർ പ്രൊഡക്റ്റ് m and n. Then we have a bilinear map G from m cross n to tensor product of m and n. ഓക്കെ, നമ്മൾ m and n എന്നുള്ള ഈ ടെൻസർ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ m ക്രോസ് n എന്ന് ഈ എ മോഡ്യൂളിലേക്ക് ഒരു ബൈലീനിയർ മാപ്പ് എക്സിസ്റ്റ് ചെയ്യും നാച്ചുറൽ ആയിട്ട്. ഓക്കെ, നമ്മൾ ടെൻസർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞ ബൈലീനിയർ മാപ്പ്. കൺസിഡർ ദി മാപ്പ് എഫ് സെഡ്. സെഡിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സെഡ് എന്നിൽ എലമെന്റ് ആണ്. എഫ് സെഡ്, ആ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു എഫ് എന്നുള്ള ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യാണ്. എവിടുന്ന്? എം ക്രോസ് എൻ ടു മൾട്ടി ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം, എൻ ആൻഡ് പി. എം, എൻ ആൻഡ് പി given by fz of x comma y is equal to tensor product of x, y and z. ഇതേ രൂപത്തിൽ ഡിഫൈൻ ചെയ്യുക. z ഫിക്സ്ഡ് ആണ് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്പോൾ z ഫിക്സ്ഡ് ആണ്. ഇപ്പോൾ ടെൻസർ പ്രൊഡക്റ്റ് എക്സ് ക്രോസ് വൈ എന്നുള്ള ഇവിടെ അപ്പോൾ ടെൻസർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എക്സിലും വൈയിലും സെഡിലും എഫ് സെഡ് വേരി ചെയ്യുകയാണെങ്കിൽ എക്സ് ക്രോസ് വൈ ക്രോസ് സെഡ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സിലും വൈയിലും സെഡിലും എന്തായിരിക്കും? ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും ആ മാപ്പ്. അപ്പോൾ സെഡിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സിലും വൈയിലും എങ്ങനെയാലും ഈ എഫ് സെഡ് എന്നുള്ള മാപ്പ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ദെൻ എഫ് സെഡ് ഈസ് ലീനിയർ. സോ ഇറ്റ് ഇൻഡ്യൂസസ് എ ഹോമോമോർഫിസം എഫ് സെഡ് ഡാഷ് ഫ്രം എം ക്രോസ് fz dash from tensor product of m and n to tensor product of m, n and p defined by fz dash of tensor product of x and y is equal to tensor product of x, y and z. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മാപ്പ് എഫ് എന്നുള്ള മാപ്പ് നമ്മളെ ടെൻസർ പ്രൊഡക്റ്റ് എം ആൻഡ് എൻ എന്ന് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം, എൻ ആൻഡ് പി ലേക്ക് ഒരു മാപ്പ് ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എഫ് സെഡ് ഡാഷ് എന്ന് വിളിച്ചത്. എക്സ് ക്രോസ് വൈ അല്ലെങ്കിൽ ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈനെ നമ്മൾ അത് എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? സെഡ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ് അതിലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, സച്ച് ദാറ്റ് എഫ് സെഡ് ഈസ് ഈക്വൽ ടു എഫ് സെഡ് ഡാഷ് കോമ്പോസിറ്റ് ജി. ഓക്കെ, ഈ പ്രോപ്പർട്ടി അത് സാറ്റിസ്ഫൈ. Now consider tensor product of mn and p. Okay, ആദ്യം ടെൻസർ പ്രോഡക്റ്റ് എം എൻ കൺസിഡർ ചെയ്യുക, എം ആൻഡ് എൻ കൺസിഡർ ചെയ്യുക, അതിനെ ഏതായിട്ട് പ്രോഡക്റ്റ് ചെയ്യുക, ടെൻസർ പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യുക, പി ആയിട്ടുള്ള ടെൻസർ പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യുക. ദെൻ വി ഹാവ് എ ബൈലീനിയർ മാപ്പ്. ഇവിടുന്ന് ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ ക്രോസ് പി എന്ന് ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ ടെൻസർ പ്രോഡക്റ്റ് വിത്ത് പി. അതിലേക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മാപ്പ് ജി ഡാഷ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടെൻസർ പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനൊരു എം ക്രോസ് എൻ ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എന്നിനെ നമ്മളൊരു എ മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യും, പിന്നൊരു എ മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവരുടെ ടെൻസർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാപ്പ് ഇതായിരിക്കും നമ്മളുടെ ടി ആ കൺസിഡർ ചെയ്തത്. ടി ഡാഷ് എന്ന് വിളിച്ചാൽ ഇത് നമ്മളുടെ അവിടുത്തെ ജി ഡാഷ്, ഈ ടെൻസർ പ്രോഡക്റ്റ് ടി ഡാഷ് ജി ഡാഷ് എന്നുള്ള ടെൻസർ പ്രോഡക്റ്റ്. Now consider the map f from m cross n tensor product of m and n cross p to tensor product of m, n and p defined by f of
tensor product of x and y comma z is equal to fz dash of x cross y. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എഫ് സെഡ് ഡാഷ് എന്ന് പറഞ്ഞത് സെഡിനെ ഫിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ആ മൂന്നാമത്തെ വേരിയബിളിനും കൂടെ കൊടുക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ സെഡിനെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഫിക്സ് ചെയ്ത് ഇനി ഫിക്സ് ചെയ്യുകയല്ല, ഇനി സെഡിനും കൂടെ വേരി ചെയ്യിപ്പിക്കുക. അതാണ് നമ്മളുടെ എഫ് എന്നുള്ള മാപ്പ്. ഓക്കെ, ഇവിടെ എത്തി പറഞ്ഞത്. ഓക്കെ, അതിനെ സ്റ്റാർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് സെഡ് ഡാഷ് ഓഫ് ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എക്സ് വൈ ആൻഡ് സെറ്റ് ഇതിന് ഈക്വൽ ആയിരിക്കും. എഫ് ലീനിയർ ആയിരിക്കും അല്ലെ, എഫ് ബൈലീനിയർ ആയിരിക്കും. അതായത് ഓക്കെ, എഫ് ബൈലീനിയർ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും മാപ്പ് വരാം. എഫ് ബൈലീനിയർ ആയിരിക്കും. ഇവിടുത്തെ ഒന്നാമത്തെ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഒന്നാമത്തെ വേരിയബിൾ, രണ്ടാമത്തെ വേരിയബിൾ ഇതും. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസിനും എഫ് ബൈലീനിയർ ആണ്. Since f z dash is a homomorphism and tensor product is linear in each coordinates, therefore f induces a unique homomorphism f dash from m cross n, tensor product of m and n with the tensor product of p to multi tensor product of m, n and p given by f dash of x cross tensor product of x and y with z is equal to tensor product of x, y and z such that f equal to f dash composite g dash. ഓക്കെ, എഫ് ഡാഷ് ഡാഷ് ഹോമോമോർഫിസ് ആണ്, അതുകൊണ്ട് തന്നെ ലീനിയർ ആണ്. അതിന്റെ കോർഡിനേറ്റ്സിലൊക്കെ ലീനിയർ ആണ്. അപ്പോൾ നമുക്ക് എഫ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഹോമോമോർഫിസം, യുണീക് ഹോമോമോർഫിസം എഫ് ഡാഷ് എന്നുള്ള ഒരു യുണീക് ഹോമോമോർഫിസ് എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? എഫ് ഈക്വൽ ടു എഫ് ഡാഷ് കോമ്പോസിറ്റ് ജി ഡാഷ് എന്നുള്ള രൂപത്തിൽ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് ഒരു ടെൻസർ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ടെൻസർ പ്രൊഡക്റ്റ് ആണ്. കൺസിഡർ ദി മാപ്പ് G1 ഫ്രം m cross n cross p to multi tensor product m n and p as the bilinear map corresponding to the tensor product m n and p. അതായത് G1 എന്നുള്ള മാപ്പ് എന്താ? എക്സ് വൈ സെഡ് എന്നുള്ള മാപ്പിന് എങ്ങോട്ട് മാപ്പ് ചെയ്യും? ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ, മൾട്ടി ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് അതിലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, നൗ ചൂസ് f1 is equal to f1 from m cross n cross p to m cross n cross p defined by f1 of x y z is equal to tensor product of x and y. അതിനെ ഒന്നുകൂടെ z ആയിട്ട് ടെൻസർ പ്രോഡക്റ്റ് എടുക്കുക. അങ്ങനെയാണ് എഫിനെ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ f1 ഈസ് ബൈലീനിയർ ആൻഡ് ബൈലീനിയർ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് മൾട്ടി ലീനിയർ എന്ന് പറയാം. f1 ഈസ് ലീനിയർ and it induces a homomorphism f1 dash from m cross n cross p to m cross n, cross alla tensor product aanu, tensor product of tensor product m and n with p given by f1 dash of tensor product of x y z is equal to tensor product x and y with z such that f1 equal to f1 composite f1 dash composite g1. ഓക്കെ, അത് ടെൻസർ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് G1 എന്നുള്ളത്. ഇതിനെ ഞാൻ T1 എന്ന് വിളിച്ചാൽ T1 G1 എന്നുള്ള ഇതൊരു ടെൻസർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ടെൻസർ പ്രൊഡക്റ്റ് ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ബൈലീനിയർ മാപ്പ് ഉണ്ട്, മൾട്ടി ലീനിയർ മാപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൾട്ടി ടെൻസർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു f1 ഡാഷ് എന്നുള്ള ഒരു യുണീക് ഹോമോമോർഫിസം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ? f1 is equal to f1 dash composite G1 എന്നുള്ള രൂപത്തിൽ ടെൻസർ പ്രൊഡക്റ്റ് എന്നുള്ള അല്ലെങ്കിൽ മൾട്ടി ടെൻസർ പ്രൊഡക്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അതിന്റെ ഡെഫിനിഷൻ ഫോളോ ചെയ്യുന്നത്. ദെൻ f1 composite f1 dash and f1 composite f dash are identity homomorphism. So f dash is bijective. f dash y ഇത് രണ്ടും ഐഡന്റിറ്റി ഹോമോമോർഫിസ് ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഡാഷ് എന്താണ്? ബൈജക്റ്റീവ് ആണ്.
അതായത് എഫ് ഡാഷ് ഇൻവേർട്ടിബിൾ ആണ്, അതുകൊണ്ട് തന്നെ എഫ് ഡാഷ് ബൈജക്റ്റീവ് ആണ്. ഹെൻസ് എഫ് ഡാഷ് ഈസ് ആൻ ഐസോമോർഫിസം. ഓക്കെ, അതായത് എഫ് ഡാഷ് മൾട്ടി ലീനിയർ ആണ്, എഫ് ഡാഷ് ബൈജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എന്തായിരിക്കും? ഐസോമോർഫിസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എ മോഡ്യൂളും എന്താന്ന് പറയാം? ഐസോമോർഫിക് ആണെന്ന് പറയാം. ഇതേ സിമിലർ ആയിട്ട് നമുക്ക് ഇത് നിങ്ങളൊന്ന് എഴുതി വെക്കുക സ്വന്തമായിട്ട്. സിമിലർ ആയിട്ടുള്ള പ്രൂഫ് അവിടുന്ന് ഫോളോ ചെയ്യും. ഈ എ മോഡ്യൂളും ഐസോമോർഫിക് ആണെന്ന് പറയാം. നമ്മൾ ഇതും ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇതും ഐസോമോർഫിക് ആണ്. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് അതായത് ഈ രണ്ട് എ മോഡ്യൂൾസ് ഐസോമോർഫിക് ആണെന്ന് പറയാം. അതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് പ്രൂഫ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ. അതിന് ടെൻസർ പ്രൊഡക്റ്റ് എടുക്കുക ഏതായിട്ട് പി ആയിട്ട്, സോറി ഡയറക്റ്റ് സം, ഇവിടെ ടെൻസർ പ്രൊഡക്റ്റ്. അതെന്തിനു ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് പി സം വിത്ത് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എൻ ആൻഡ് പിക്ക് ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കൺസിഡർ ദി ടെൻസർ പ്രൊഡക്റ്റ് എം പ്ലസ് എൻ. ഞാൻ ഇനി ടെൻസർ പ്രൊഡക്റ്റിനെ പ്രോഡക്റ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. എം പ്ലസ് എൻ പ്രോഡക്റ്റ് വിത്ത് പി. ആ ടെൻസർ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യാം. വി ഹാവ് എ ബൈലീനിയർ മാപ്പ്. ഇതിനെ ടി എന്ന് വിളിച്ചു. ഇതിനാണെങ്കിൽ ടി ജി എന്നുള്ള ടെൻസർ പ്രൊഡക്റ്റ്. അപ്പോൾ ജി എന്നുള്ള മാപ്പ് അവിടുന്ന് ഒരു ബൈലീനിയർ മാപ്പ് ആയിരിക്കും. എം പ്ലസ് എൻ പ്രോഡക്റ്റ് ക്രോസ് പി ഈക്വൽ ടു എം പ്ലസ് എൻ പ്രോഡക്റ്റ് വിത്ത് പി. ടെൻസർ പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെൻസർ പ്രോഡക്റ്റ് ആണ്. ഇനി ക്രോസ് എന്നുള്ളത് ക്രോസ് പ്രോഡക്റ്റിനെ ഞാൻ ക്രോസ് എന്നാണ് പറയാം. ഓക്കെ, കൺസിഡർ ദി മാപ്പ് എഫ് ഫ്രം എം പ്ലസ് എൻ ക്രോസ് പി ടു എം പ്ലസ് എം പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് പി പ്ലസ് പ്രോഡക്റ്റ് ഓഫ് എൻ ആൻഡ് പി. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് സെഡ് കോമ പ്രോഡക്റ്റ് ഓഫ് വൈ ആൻഡ് സെഡ് എന്നുള്ള രൂപത്തിൽ നമ്മൾ മാപ്പ് ചെയ്യും. അപ്പോൾ അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു മാപ്പ്, ഇതൊരു ബൈലീനിയർ മാപ്പ് ആയിരിക്കും. കാരണം നമ്മളുടെ ഈ പ്രോഡക്റ്റ് ടെൻസർ പ്രൊഡക്റ്റ് എക്സ് സെഡ് എക്സ് ക്രോസ് സെഡും വൈ ക്രോസ് സെഡും എന്തായിരിക്കും? ബൈലീനിയർ ആയിരിക്കും, ലീനിയർ ആയിരിക്കും. ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈലീനിയർ മാപ്പ് ആയിരിക്കും. അതിന്റെ പ്രൂഫാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. ഇവിടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഈ എഫും ഈ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയൊക്കെ സാറ്റിസ്ഫൈ. രണ്ട് വേരിയബിൾ നമ്മൾ ചെക്ക് ചെയ്യാം. ദെൻ എഫ് ഇൻഡ്യൂസസ് എ ഹോമോമോർഫിസം. അപ്പോൾ നമുക്ക് ഇനി അവിടെ ക്രോസിൽ മാറ്റി ടെൻസർ പ്രൊഡക്റ്റ് ആക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു എഫ് ഒരു ഹോമോമോർഫിസം ഇൻഡ്യൂസ് ചെയ്യും. എന്താണ് ഹോമോമോർഫിസം? എക്സ് വൈ പ്രോഡക്റ്റ് വിത്ത് സെഡ് എക്സ് കോമ വൈ പ്രോഡക്റ്റ് വിത്ത് സെഡ് ഈക്വൽ ടു എക്സ് ക്രോസ് സെഡ് കോമ വൈ ക്രോസ് സെഡ്. നമ്മൾ എഫിനെ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തത് അതേപോലെ തന്നെയുള്ള ഒരു മാപ്പ്. അപ്പോൾ എഫ് ഡാഷ്, ഓക്കെ അത് പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മളുടെ എഫ് ഡാഷ് എന്നുള്ള ഈ മാപ്പ്. അപ്പോൾ എഫ് ഡാഷിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു എഫ് ഡാഷ് കോമ്പോസിറ്റ് ജി എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കും. ഓക്കെ, ജി എന്നുള്ളത് എം പ്ലസ് എൻ ക്രോസ് പിന്ന് എം പ്ലസ് എൻ എം ക്രോസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള മാപ്പാണ്. ഇടയിലെ എഫ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാപ്പാണ്. ജിയോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാപ്പ്. പ്രോഡക്റ്റ് ക്രോസ് ഉള്ളത്, ക്രോസ് പ്രോഡക്റ്റ് ഉള്ളത് ടെൻസർ പ്രൊഡക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എഫിനെ എങ്ങനെ എഴുതാം? ഈ രണ്ട് മാപ്പിലേക്കും നോക്കിയാൽ ഒബ്സർവ് ചെയ്താൽ നമുക്ക് എഫ് ഈക്വൽ ടു എഫ് ഡാഷ് കോമ്പോസിറ്റ് ജി എന്നുള്ള രൂപത്തിലേക്ക് എഴുതാം. സോ നൗ കൺസിഡർ ദി ഇൻക്ലൂഷൻ മാപ്പ്. എം എന്തിൻ്റെ അകത്തുണ്ടാവും? എം പ്ലസ് എന്നിന്റെ അകത്തുണ്ടാവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എമ്മിലെ എലമെന്റിനെ നമുക്ക് എക്സ് എമ്മിലെ എലമെന്റ് ആണെങ്കിൽ അതിനെ എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യുക? x0 എന്നുള്ള എലമെന്റ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ആ
ഇൻക്ലൂഷൻ മാപ്പിനെ ഞാൻ J1 എന്ന് വിളിച്ചു. J2 എന്നുള്ളത് എന്നിന്റെ ഇൻക്ലൂഷൻ മാപ്പ്. അതായത് n y എന്നുള്ള എലമെന്റ് ആണെങ്കിൽ J2 of y is equal to 0y എന്നുള്ള രൂപത്തിൽ ഐഡന്റിഫൈ ചെയ്യാം. Now consider the tensor product M cross n, M and n. Then we have a bilinear map G1 from M cross P to M cross product of M and P. ഓക്കെ, ഇവിടുത്തെ ഒരു ടെൻസർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ബൈലീനിയർ മാപ്പ് ഉണ്ടാവും എം ക്രോസ് പി എന്ന് ടെൻസർ പ്രൊഡക്റ്റ് എം ആൻഡ് പിയിലേക്ക്. അതിനെ ഞാൻ G1 എന്ന് വിളിച്ചു. ഓക്കെ, ഇതാണ്. ഇതിനെ T1 എന്ന് കൊടുക്കുക. അതായത് ടെൻസർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? T1 G1 എന്നുള്ള ടെൻസർ പ്രൊഡക്റ്റ്. കൺസിഡർ ദി മാപ്പ്. നൗ കൺസിഡർ ദി മാപ്പ് F1 ഫ്രം എം ക്രോസ് പി ടു m plus n cross p defined by f1 of x comma y is equal to j1 of x cross z, which is equal to x comma 0 product with z. Then f1 is bilinear. അപ്പോൾ ഇനി അത് ഉപയോഗിച്ചിട്ട് ഈ ഇൻക്ലൂഷൻ മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എം ക്രോസ് പിന്ന് ഇതിലേക്കുള്ള ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന നോക്കാം. F1 എന്നുള്ളത് f1 of x comma y, ഇവിടെയുള്ള ഒരു എലമെന്റ് x comma y എടുത്താൽ j1 of x comma z, j1 of x into z പ്രോഡക്റ്റ് വിത്ത് z, ടെൻസർ പ്രോഡക്റ്റ് വിത്ത് z. അതായത് x comma 0 ടെൻസർ പ്രോഡക്റ്റ് വിത്ത് z. അങ്ങനെയാണെങ്കിൽ f1 എന്തായിരിക്കും? ബൈലീനിയർ ആയിരിക്കും. f1 ബൈലീനിയർ ആയിരിക്കും. So f1 induces a homomorphism f1 dash from m cross p to this അതായത് f1 m cross p ന്ന് ഇവിടേക്കുള്ള ഒരു ബൈലീനിയർ മാപ്പാണ്. G1 എന്നുള്ളത് G1 എന്നുള്ളത് എം ക്രോസ് പിന്ന് ഇങ്ങോട്ടുള്ള ടെൻസർ പ്രൊഡക്റ്റിലുള്ള ബൈലീനിയർ മാപ്പാണ്. അപ്പോൾ നമുക്ക് ടെൻസർ പ്രൊഡക്റ്റിന്റെ ആ ഡെഫിനിഷൻ ഉപയോഗിക്കുമ്പോൾ എഗെയിൻ നമുക്ക് എന്ത് പറയാം? ഒരു യുണീക്ക് ഹോമോമോർഫിസം അല്ലെ ഒരു ബൈലീനിയർ മാപ്പ് എം ക്രോസ് പിന്ന് എം പ്ലസ് എൻ ക്രോസ് പിയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. f1 dash of x and z is equal to x comma y cross z such that f1 is equal to f1 dash composite g. നമ്മൾ ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീണ്ടും ചെയ്യും. നൗ കൺസിഡർ ദി പ്രോഡക്റ്റ്, ടെൻസർ പ്രൊഡക്റ്റ് n and p. വി ഹാവ് ബൈലീനിയർ മാപ്പ് G2. നേരത്തെ പറഞ്ഞ പോലെ അതേ J1 വെച്ചിട്ടാണ് തൊട്ടു ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്, കൺക്ലൂഷനിൽ എത്തിയത്. അതേപോലെ J2 ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് n ക്രോസ് പി എന്ന് ടെൻസർ പ്രോഡക്റ്റ് ഓഫ് n and p യിലേക്കാണ് മാപ്പ് കൺസിഡർ ചെയ്യുന്നത് G2. ഓക്കെ, ഇതിനെ ഞാൻ T2 എന്ന് വിളിച്ചാൽ ഇതൊരു ടെൻസർ പ്രൊഡക്റ്റ് ആയിരിക്കും. T2 G2 എന്നുള്ളത് ഒരു ടെൻസർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, കൺസിഡർ ദി മാപ്പ് F2 n ക്രോസ് പി എന്ന് ഇതിൽ ഇങ്ങോട്ടൊരു മാപ്പ് കൺസിഡർ ചെയ്യുക. F2നെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് J2 ഉപയോഗിച്ചിട്ടാണ്. F2 ഓഫ് x y comma z is equal to 0 comma y പ്രോഡക്റ്റ് വിത്ത് z. അങ്ങനെയാണെങ്കിൽ F2 എന്തായിരിക്കും? ബൈലീനിയർ ആയിരിക്കും. T2 G2 എന്നുള്ളത് ടെൻസർ പ്രോഡക്റ്റ് ആണ്. F2 അഗെയിൻ n ക്രോസ് പി എന്ന് ഇങ്ങോട്ടുള്ള ഒരു ബൈലീനിയർ മാപ്പാണ്. അപ്പോൾ ടെൻസർ പ്രൊഡക്റ്റ് എന്നുള്ള ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സോ ഇറ്റ് ഇൻഡ്യൂസസ് F2 dash from n cross p to n product of n and p to n plus 1 product with p defined by F2 dash of y product y comma z is equal to 0 comma y product with z such that F2 is equal to F2 dash composite G. ഓക്കെ, അതായത് ഈ F2യിലേക്ക് നോക്കുക, T2 G2യിലേക്ക് നോക്കുക, അതിന്റെ റേഞ്ചും ഡൊമൈനും കോഡൊമൈനൊക്കെ നോക്കുക. അപ്പോൾ ടെൻസർ പ്രോഡക്റ്റ് എന്നുള്ള ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു F2 dash എന്നുള്ളൊരു മാപ്പ് എക്സിസ്റ്റ് ചെയ്യും. ആ മാപ്പ് എന്താണെന്ന് പ്രിസൈസ് ആയിട്ട് പറയുന്നുണ്ട്. F2 is equal to F2 dash composite G2, നേരത്തെ പറഞ്ഞ അതേപോലെ. സോ F1 and F2 dash induces a map. F3 ഈ രണ്ട് ഇവിടുന്ന് F2 ആണ്, F1 dash ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് F2 dash ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഡയറക്റ്റ് സം എന്ന് നമുക്ക് ഇങ്ങോട്ടൊരു F3 എന്നുള്ള ഒരു മാപ്പ് കൺസിഡർ ചെയ്യാം. എങ്ങനെ F3 എന്നുള്ള മാപ്പ് കൺസിഡർ ചെയ്യാം? F3 is equal to F3 of x
product of x and z, comma, product of y and z is equal to f1 dash of product of x and z plus f2 dash of product of y and z. നോക്കുക, f1 dash of x and z എന്തായിരിക്കും? product of x and z tensor product of x, 0 and z plus again f2 dashന്റെ ഡെഫിനിഷൻ കൊടുത്താൽ tensor product of 0, y and z. ഓക്കെ, z again നമുക്കതിനെ എങ്ങനെ മാറ്റി എഴുതാം? പ്രോഡക്റ്റ് x, 0 പ്ലസ് 0, y ടെൻസർ പ്രൊഡക്റ്റ് വിത്ത് z. അതായത് നമ്മളുടെ ടെൻസർ പ്രൊഡക്റ്റ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. which will be equal to x, y tensor product with z, which is a homomorphism. So f3 composite f1, f dash and f dash composite f3 are identity homomorphisms. So f1 f dash is injective. ഈ രണ്ട് മാപ്പും ഐഡന്റിറ്റി മാപ്പ് ആയതുകൊണ്ട് എഫ് ഡാഷ് എന്താന്ന് പറയാം? ബൈജക്റ്റീവ് ആന്ന് പറയാം, ഹോമോമോർഫിസ് ആന്ന് പറയാം. അതുകൊണ്ട് തന്നെ അതെന്ത് എഫ് ഡാഷ് എന്തായിരിക്കും? ഐസോമോർഫിസ് ആയിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് മോഡ്യൂൾസും എന്താന്ന് പറയാം? ഐസോമോർഫിക് ആണെന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് എം. എ എന്നുള്ളത് നമ്മുടെ റിങ്, അപ്പോൾ എ ഒരു എ മോഡ്യൂൾ ആയിരിക്കും, എം ഒരു എ മോഡ്യൂളാണ്. ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് എമ്മിന് തന്നെ ഐസോമോർഫിക് ആണ് പ്രൂവ് ചെയ്യാൻ. അത് കുറച്ചുകൂടെ സിമ്പിൾ ആണ്. കൺസിഡർ ദി ടെൻസർ പ്രോഡക്റ്റ് A and tensor product A and M, tensor product of A and M. Then we have G from A cross M to tensor product of A and M given by G of AX is equal to A cross product of A and X for all A belongs to A and X belongs to M. അതായത് നമ്മൾ ഇവിടെ ടെൻസർ പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ടി, ഇത് ജി. അപ്പോൾ നമ്മുടെ ടെൻസർ പ്രോഡക്റ്റ് ടി ജി. കൺസിഡർ ദി മാപ്പ് എഫ് ഫ്രം A cross M to M defined by f of ax is equal to ax. ഇത് ഡിഫൈൻഡ് ആണ്, കാരണം എം ഒരു എ മൊഡ്യൂൾ ആണ്. അപ്പോൾ എയിലുള്ള എലമെന്റും എമ്മിലുള്ള എലമെന്റും തമ്മിലൊരു സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ പോലെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എക്സ് എ കോമ എക്സ് നമ്മൾ എഫ് ഓഫ് എ എക്സ് അല്ല, എഫ് ഓഫ് എ കോമ എക്സ് നമ്മൾ ഇങ്ങോട്ട് മാപ്പ് ചെയ്യുക, എ എക്സിലേക്ക് മാപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ എ എക്സ് എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ബൈ ഡെഫിനിഷൻ ഓഫ് പ്രോഡക്റ്റ് സ്കാലാർ പ്രോഡക്റ്റ് പോലെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മാപ്പ് എന്ത് പറയാം? ബൈലീനിയർ ആണെന്ന് പറയാം. അതാണ് താഴെ എഴുതിയത്. ഇത് നമ്മളുടെ എ മൊഡ്യൂൾ എന്നുള്ള എം എ മൊഡ്യൂൾ ആണെന്നുള്ളതിന് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, എം എ മൊഡ്യൂൾ. Thus F induces an A module homomorphism F dash from tensor product of A and M to M given by F dash of A tensor product of AX is equal to A into X such that F equal to F dash composite G. ടെൻസർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതേ രൂപത്തിൽ ഒരു എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. എഫ് ഡാഷ് അവിടുന്ന് എ എമ്മിന്ന് എമ്മിലേക്ക് ഉള്ള ഒരു ലീനിയർ മാപ്പാണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു എഫ് ഡാഷ് കോമ്പോസിറ്റ് ജി എന്നുള്ള രൂപത്തിൽ എഴുതാം. അങ്ങനെ ഒരു എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, കൺസിഡർ ദി മാപ്പ് എച്ച് ഫ്രം എം ടു എ ക്രോസ് എം ഡിഫൈൻഡ് ബൈ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1 into x. നേരെ തിരിച്ച്. സോ ദെൻ എച്ച് ഈസ് ആൻ എ മൊഡ്യൂൾ ഹോമോമോർഫിസം. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ ചെയ്താൽ നേരത്തെ പോലെ ഐ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്യുക. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1 into പ്രോഡക്റ്റ് ഓഫ് 1 and x എന്നുള്ള ആ മാപ്പ് എ മോഡ്യൂൾ ഹോമോമോർഫിസ് ആണ്. ഓക്കെ, അതായത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അത് പ്രിസർവ് ചെയ്യണം. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. മോർ ഓവർ എഫ് ഡാഷ് കോമ്പോസിറ്റ് എച്ച് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അതായത് എഫ് ഡാഷ് കോമ്പോസിറ്റ് എച്ച് ഓഫ് എക്സ് എക്സ് ആയിരിക്കും. അതായത് എഫ് ഡാഷ് കോമ്പോസിറ്റ് എച്ച് എന്തായിരിക്കും? ഐഡന്റിറ്റി മാപ്പ് ആയിരിക്കും. അതായത് എഫ് ഡാഷ് എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. അതേപോലെ എച്ച് കോമ്പോസിറ്റ് എഫ് ഡാഷ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് എക്സും പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് എക്സ് ആയിരിക്കും. അപ്പോൾ എഫ് ഡാഷ് ഇൻവേർട്ടിബിൾ ആണ്. ഇപ്പോൾ എഫ് ഡാഷ് എന്താണ്? ബൈജക്റ്റീവ് ആണ്, ഇൻവേർട്ടിബിൾ. സോ എഫ് ഡാഷ് ഈസ് ബൈജക്റ്റീവ് ആൻഡ് ഹോമോമോർഫിസ്. അതായത് എഫ് ഡാഷ് എന്താണ്? ഐസോമോർഫിസ് ആണ്. അതായത് പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് എമ്മും ഐസോമോർഫിക് ആണ്. ഇത്രയാണ് നമുക്ക് ടെൻസർ പ്രൊഡക്റ്റിന്റെ ഈ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രൂഫ് കുറച്ച് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് തന്നെ എഴുതി നോക്കുക. സിമ്പിൾ തന്നെയാണ്. ഒരു മാപ്പുകൾ എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി.
നെക്സ്റ്റ് ഒരു എക്സസൈസ് ആണ്. സാധാരണ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കണം. നോട്ട്സിൽ സോൾവ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.